എല്ലാത്തിൽ നിന്നുമുള്ള ഒരു ഒളിച്ചോട്ടം പോലെ ആയിരുന്നല്ലോ അന്നത്തെ ആ പോക്ക്. സീത ഒരു നേർത്ത നിശ്വാസത്തോടെ കണ്ണുകളടച്ചു. ട്രെയിനിലെ വല്ലാത്ത ശബ്ദ കോലാഹലങ്ങൾക്കിടയിലും ഇടയ്ക്കെപ്പോഴോ പുറകിലോട്ടൊന്ന് മനസ്സ് സഞ്ചരിച്ചു. വർഷം 4 കഴിഞ്ഞിരിക്കുന്നു. ഈ തിരിച്ചുപോക്ക് എന്തായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ? എന്നോട് ദേഷ്യമായിരിക്കുമോ? അല്ലെങ്കിൽ തന്നെ ദേഷ്യപ്പെടാൻ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അന്നത്തെ ആ ദിവസം അതേ തെളിച്ചത്തോടെ മനസ്സിലേക്ക് കടന്നു വന്നു. ഇനി എന്നെക്കുറിച്ച് അറിയണ്ടേ? ഞാൻ സീത. ഓർമ്മ വെച്ച കാലം മുതൽ അനാഥയായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവൾ. മാതാപിതാക്കൾ ഒരു അപകടത്തിൽ മരണപ്പെട്ടു. പിന്നീട് വളർത്തിയതും പഠിപ്പിച്ചുമെല്ലാം മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. സീത ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയറാണ് പഠിക്കുന്നത്. ഇത് കഴിഞ്ഞ് എന്തെങ്കിലും ജോലി ചെയ്ത് അവരെ കൂടി നോക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടി. പതിവ് പോലെ ക്ലാസ് കഴിഞ്ഞ് സുഹൃത്തുക്കളായ ശാരിയോടും ലതയോടും ഒപ്പം ബസ്സിറങ്ങി വീട്ടിലേക്ക് നടന്നു. രണ്ടുപേരും ബാല്യകാല ചങ്ങാതിമാരാണ്. അടുത്താണ് 3 പേരുടെയും വീടുകൾ. അന്ന് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അയൽപക്കത്തെ വീട്ടിലെ ജാനുവേട്ടയായിട്ട് സംസാരിച്ചിരിക്കുന്ന മുത്തശ്ശിയാണ് കണ്ടത്. കുറച്ചു നേരം മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ അവരുടെ സംഭാഷണങ്ങളിൽ തന്റെ വിവാഹകാര്യത്തെക്കുറിച്ചാണ് ഇരുവരുടെയും സംസാരം എന്നവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് അവരുടെ ഉള്ളിലേക്ക് ഒരു മുഖം ഓർമ്മ വന്നു. അതെ, അവളുടെ മോഹങ്ങൾക്ക് ചിറകായവൻ ദീപക്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവനെ അവൾ കാണുന്നത്. ക്ലാസ്സിൽ തന്നെ മാത്രം നോക്കിയിരിക്കുന്ന ഒരുവനെ ഇടയ്ക്കെപ്പോഴോ യാദൃശ്ചികമായിട്ടാണ് അവൾ കണ്ടത്. പിന്നെ ആ നോട്ടം മറ്റുള്ളവർക്കിടയിൽ ഒരു സംസാരമായിട്ടും എന്തോ അവൾ മാത്രം അങ്ങനെ ഒരുവനെ കണ്ടതായി പോലും ഭാവിച്ചില്ല. പഠനം എന്നതിനപ്പുറം വേറൊന്നും ചിന്തിക്കാനില്ലാത്ത കാലം. പിന്നെ എങ്ങനെയാണ് ഇത്രമേൽ അവൻ എന്നിലേക്ക് കുടിയേറിയത്? എങ്ങനെയൊക്കെയോ ആയിരുന്നവൻ എപ്പോഴൊക്കെയോ എൻ്റെ എല്ലാമായി മാറിയത്. അതെ, അന്നത്തെ ആ ദിവസം +1 എക്സാം തീരുന്ന ദിവസം. ആദ്യത്തെ എക്സാം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞുള്ള എക്സാമിന് മുമ്പേ പഠിച്ചതൊക്കെ ഒന്നുകൂടി മറിച്ചു നോക്കിയിട്ട് വാഷ്റൂമിൽ പോയി തിരിച്ചു വരുന്ന വഴി ഇടനാഴികളെല്ലാം ശൂന്യമാണ്. എല്ലാവരും പഠിച്ചത് മറിച്ചു നോക്കുന്ന തിരക്കിൽ പെട്ടെന്നാണ് അവിടെ മുന്നിലേക്ക് ഒരാൾ വന്ന് നിന്നത്. നോക്കിയപ്പോൾ ഉണ്ണിയാണ്. മുത്തശ്ശന്റെ കൂട്ടുകാരന്റെ മകനായ രവിയങ്ങളുടെ മോനാണ്. സീതയ്ക്ക് പണ്ട് മുതലേ അവനോട് മിണ്ടാൻ പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ എന്തോ അധികാരഭാവമായിരുന്നു അവളോട്. അതുകൊണ്ട് തന്നെ അവൾ അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാണ് നടത്തം. ഇന്നിപ്പോൾ എന്താണാവോ? അവൾക്ക് എന്തോ പേടി തോന്നി. അടുത്തെങ്ങും ആരെയും കാണാനുമില്ല. ഉണ്ണി പെട്ടെന്ന് അവിടെ കയ്യിൽ പിടിച്ചു. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് സീതേ, നീന്റെ കൂടെ നിന്ന് വന്നേ. അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി. എനിക്കൊന്നും കേൾക്കേണ്ട ഉണ്ണി, കയ്യിൽ നിന്ന് വിട്, എക്സാം തുടങ്ങാനായി, എനിക്ക് പോകണം. അത് കേൾക്കാതെ അവൻ അവളെ ബലമായി വലിച്ചുകൊണ്ട് നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ദീപുവും അവൻ്റെ കൂട്ടുകാരായ നിഖിലും ആശിഷുമായി അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് ദീപു വന്ന് അവളുടെ കയ്യിൽ നിന്ന് ഉണ്ണിയുടെ പിടിവിടുവിച്ചു. സീതയോട് ക്ലാസ്സിലേക്ക് പോകാൻ പറഞ്ഞു. അവൾ പേടിയോടെ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് ഓടി. ക്ലാസ്സിലെത്തിയിട്ട് അവളുടെ പേടി മാറിയില്ല. ഈശ്വര, ദീപു എത്തിയില്ലായിരുന്നെങ്കിൽ. ഒരുവിധ എക്സാം എഴുതി കൂട്ടുകാരുമായി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴും സീതയുടെ കണ്ണുകൾ പേടിയോടെ 4 പാടും പരതിക്കൊണ്ടിരുന്നു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ദീപുവിനെയും കൂട്ടുകാരെയും കണ്ടപ്പോൾ അവൾക്ക് കുറച്ച് ആശ്വാസമായി. ബസ് കാത്ത് നിൽക്കുമ്പോഴാണ് ദീപു തന്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടത്. ഉള്ളിൽ പേടിയുണ്ടെങ്കിലും അവനോടൊരു നന്ദി പറയണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. അവൻ വന്ന് അവളുടെ അടുത്ത് നിന്നപ്പോൾ സീത അവനോടൊരു താങ്ക്സ് പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു, താൻ പേടിച്ചു പോയല്ലേ? അവളൊന്നും മിണ്ടാതെ തലയാട്ടി. പെട്ടെന്നൊരു ബസ് വന്നു. അവൾ ഓടിപ്പോയി ബസ്സിൽ കയറി. ബസ് എടുക്കാനായപ്പോൾ അവളൊന്ന് പുറത്തേക്ക് നോക്കി. അവൻ അപ്പോഴും അവളെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. സീതയുടെ ചുണ്ടിലും ഒരു ചിരി അവൾ പോലും അറിയാതെ നിറഞ്ഞിരുന്നു. അവിടെ നിന്ന് അവളുടെ നോവുകൾക്കും ഒറ്റപ്പെടലുകൾക്കും അവളുടെ മോഹങ്ങൾക്കുമൊക്കെ അവനൊരു കൂട്ടാവുകയായിരുന്നു. ഒരിക്കലും വിട്ടുപിരിയാനാവാത്തൊരു കൂട്ട്. ട്രെയിൻ ഏതോ സ്റ്റേഷനിൽ നിർത്തിയെന്ന് തോന്നി. വല്ലാത്ത ഒച്ചയും ബഹളങ്ങളും. സീത കണ്ണു തുറന്ന് നോക്കുമ്പോൾ കുറേ പേര് ഇറങ്ങുന്നു, ആരൊക്കെയോ കയറുന്നു. അവൾ വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു. ട്രെയിൻ ചലിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൾ തൊട്ടപ്പുറം വന്നിരുന്ന ഒരു കുടുംബത്തെ ശ്രദ്ധിച്ച്. ഒരച്ഛനും അമ്മയും മോളും. ആ കുട്ടിയെ കണ്ടപ്പോൾ സീത വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് പോയി. അരികിലിരുന്ന ആ കൊച്ചു പെൺകുട്ടിയിൽ അവൾ അവളുടെ തന്നെ പഴയ സീതയെ കണ്ടതുകൊണ്ടാവാം മിഴികളടച്ചവൾ ഭൂതകാലത്തിലേക്ക് വീണ്ടും ഒരു യാത്ര പോയത്. ക്ലാസ്സിൽ നിന്ന് വന്ന ആ ദിവസം അവൾക്ക് മനസ്സ് അകാരണമായി ഭയപ്പെട്ടുകൊണ്ടേയിരുന്നു. വീട്ടിൽ പറഞ്ഞാൽ ആ പ്രായമായവർ വല്ലാതെ വേദനിക്കും. തന്നെയുമല്ല, അവർക്ക് ആകെ കൂടിയുള്ളൊരു ആശ്രമമാണ് ആ കുടുംബം. അതില്ലാതാക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. ഉറക്കം വരാതെ കിടന്ന ആ രാത്രിയിൽ അവൾ ഒരിക്കൽ പോലും അറിഞ്ഞില്ല തനിക്കും ദീപുവിനിടയിൽ മറക്കാനാവാത്തൊരു പ്രണയം ഉടലെടുക്കുമെന്ന്. ആ സംഭവത്തിന് ശേഷം ഉണ്ണിയുടെ മുമ്പിൽ പെടാതിരിക്കാൻ കഴിയുന്നതും ശ്രമിച്ചിരുന്നു. അവനൊരു പേടിയുണ്ടായിരുന്നു, വീട്ടിലറിഞ്ഞാലുണ്ടാവുന്ന ഭവിഷ്യത്ത്. അതുകൊണ്ട് അവനെന്തോ അവളുടെ മുന്നിലേക്ക് അധികം പോവാറില്ലായിരുന്നു. എന്തായാലും സീതയുടെയും ദീപുവിൻ്റെയും പ്രണയം യാതൊരു തടസ്സങ്ങളുമില്ലാതെ മുമ്പോട്ട് പോയി. അവരിന്ന് ഡിഗ്രി ഫൈനൽ ഇയർ ആയിരിക്കുന്നു. എക്സാം കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ജോലി നോക്കി 2 പേർക്കും കൂടി അവിടെ നിന്ന് മാറി നിൽക്കാനാണ് തീരുമാനം. അതിനിടയിലാണ് അവിടെ ഈ വിവാഹാലോചന. മുത്തശ്ശി പറയുന്ന അവൾ കാതുകൂർപ്പിച്ച് കേട്ടിരുന്നു. ജാനുവേച്ചിയുടെ ചോദ്യം അവൾ അപ്പോൾ കേട്ടു. എവിടുന്നാ മുത്തശ്ശി സീതക്കുട്ടിക്ക് ആലോചന വന്നേ? നല്ലൊരു ചെക്കനായ മതിയായിരുന്നു, പാവം, ഒരുപാട് അനുഭവിച്ചല്ലേ.
അതേ ജാനുവേ, എൻ്റെ കുട്ടിക്ക് നല്ലതേ വരൂ. അതാണല്ലോ അവരിങ്ങനൊരു ആഗ്രഹം ഇങ്ങോട്ട് പറഞ്ഞ്. എനിക്ക് എൻ്റെ കുട്ടിയെന്നും കാണുകയും ചെയ്യാം. എന്നാലും ആരാത് മുത്തശ്ശി? നമ്മുടെ രഘുവിൻ്റെ മകൻ ഉണ്ണിയെ അറിയില്ലേ ജാനുവ നീ? മുത്തശ്ശിയുടെ സംസാരത്തോടെയുള്ള സംസാരം സീതയുടെ നെഞ്ചിലൊരു വെള്ളിടിയായിട്ടാണ് കേട്ടത്. എന്ത് ചെയ്യും? ദീപു അല്ലാതെ മറ്റൊരാളുടെ താലി തൻ്റെ കഴുത്തിൽ വീണാൽ ആ നിമിഷം താൻ ഇല്ലാതെയാവും. ഒരാളെ മനസ്സിലിട്ട് എങ്ങനെ മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ കഴിയും? അവൾ മുത്തശ്ശിയോട് ഒരുപാട് പറഞ്ഞു, എനിക്കൊരു ജോലിയായിട്ട് മതി കല്യാണം എന്നൊക്കെ. പക്ഷെ അവർ സമ്മതിക്കണ്ടേ? അവരുടെ കാലം കഴിയും മുന്നേ അവളെ സുരക്ഷിതയാക്കണം. അതുകൊണ്ട് തന്നെ അവരെ സങ്കടപ്പെടുത്താനും സീതയ്ക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെ എക്സാം കഴിയുന്ന ആ ദിവസം ദീപുവും സീതയും കൂടി ഒരുപാട് ആലോചിച്ചൊരു തീരുമാനമെടുത്തു. ദീപുവിൻ്റെ ഒരു കസിൻ കോയമ്പത്തൂരുണ്ട്, അവിടേക്ക് പോവാമെന്ന്. എന്തെങ്കിലും ജോലിയായി ഒന്ന് സെറ്റിലായിട്ട് വീട്ടിലെല്ലാവരുടെയും അനുവാദത്തോടെ ഒരു വിവാഹം. അതെ, അങ്ങനെ ഒരു തീരുമാനത്തോടെ അവർ വീട്ടിൽ ആരും അറിയാതെ പിറ്റേ ദിവസം കോയമ്പത്തൂർക്കുള്ള ട്രെയിൻ കയറി. എല്ലാം കഴിഞ്ഞിട്ട് വർഷം 4 കഴിഞ്ഞിരിക്കുന്നു. ദീപുവിൻ്റെ സംസാരമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. സീത, നീ എണീക്കുന്നില്ലേ? എറണാകുളം സ്റ്റേഷനായിരിക്കുന്നു. തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ കൈകളിലേക്ക് ഒരു പുൻചിരിയോടെ നോക്കുമ്പോൾ അവിടെയും നിറഞ്ഞ ചിരിയായിരുന്നു. ഒരിക്കലും തന്നെ കൈവിടില്ലെന്ന് ഉറപ്പുള്ളൊരു ചിരി. സ്റ്റേഷനിൽ നിന്നും ടാക്സിയിൽ വീട്ടിലെത്തുമ്പോൾ ഒരു മാറ്റവുമില്ല. മുത്തശ്ശൻ അപ്പോഴും ആ ചാരുകസേരയിൽ ഉണ്ടായിരുന്നു. വാഹനത്തിന്റെ ശബ്ദം കേട്ടാവും കണ്ണെത്തി നോക്കിയിട്ട് മുത്തശ്ശിയെ നീട്ടി വിളിച്ചു, ആരാണെന്ന് നോക്കാൻ. അപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിച്ചെന്നിരുന്നു. വല്ലാത്തൊരു സന്തോഷത്തോടെ അവളെ നോക്കി രണ്ടുപേരും ഈറനണിഞ്ഞ മിഴികൾ തുടച്ചു. സീത ഒരു കരച്ചിലോടെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. ആശ്വാസവാക്കുകൾക്കൊടുവിൽ ദീപവുമായി സംസാരിച്ച് ആ വിവാഹത്തിനുള്ള സമയം കുറിച്ച് ഏറ്റവും അടുത്ത ദിവസം തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. അങ്ങനെ ഇന്ന് സീതയുടെ വിവാഹമാണ്. അവൾ ആഗ്രഹിച്ച വിധം അവളുടെ ദീപവുമൊത്തുള്ള വിവാഹം. വിവാഹത്തിന് അടുത്ത പരിചയക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മുഹൂർത്തമായി. നാദസ്വരം മുഴങ്ങി. ദീപു സീതയുടെ കഴുത്തിൽ താലിയണിയിച്ചു. ആരുമറിയാതെ തൂണിന് മറവിൽ നിന്ന് ഉണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു. അറിവായ പ്രായം മുതൽ അത്രമേൽ പ്രണയിച്ചൊരുവളാണ് ഇന്ന് മറ്റൊരാളോടൊപ്പം. എത്ര ശ്രമിച്ചിട്ടും അവൻ്റെ കണ്ണുകൾ അവനെ ചതിച്ചുകൊണ്ടേയിരുന്നു. എന്നും തൻ്റെ സ്വപ്നങ്ങളിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണിന്ന് ഒരു വിഗ്രഹം പോലെ ഉടഞ്ഞു വീണത്. മറ്റാർക്കും മുമ്പിൽ അകപ്പെടാതെ അവിടെ നിന്ന് മടങ്ങുമ്പോൾ അവനുള്ളിൽ സന്തോഷത്തോടെ ദീപുവിനൊപ്പം നിൽക്കുന്ന സുമംഗലിയായ സീതയുടെ മുഖമായിരുന്നു.